സാന്നിധ്യം ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓർത്തിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 90 സങ്കീർത്തനം നമുക്ക് ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാം. 90 സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. തലമുറയായി തലമുറകൾ കഴിഞ്ഞു പോകും, തലമുറകൾ കഴിഞ്ഞു പോകും. പക്ഷേ യേശുവേ, ജീവനുള്ള ദൈവമേ, നീ എൻ്റെ സങ്കേതമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്.
ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്, തലമുറകൾ കഴിഞ്ഞ് പോവുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് കൊച്ചുകുട്ടിയായിരുന്നു, ഇതാ ഇന്ന് പ്രായമായി, പിന്നെ ഇതാ വാർദ്ധക്യമായി, പിന്നെ ഇതാ ഈ ഭൂമിയിൽ കാണാതായി, കഴിഞ്ഞുപോയി. എന്തെന്നെല്ലാം നേടിയിരുന്നു, പലതും നേടിയിരുന്നു, കഴിഞ്ഞുപോയി. ഇപ്പോഴൊരു ഓർമ്മ മാത്രം. മോശയുടെ ഒരു പ്രാർത്ഥനയാണ് ഈ 90 സങ്കീർത്തനം. മോശയുടെ പ്രാർത്ഥന. അവിടെ മോശ പ്രാർത്ഥിക്കുന്നത് അഹരോൻ്റെ ശവസംസ്കാര സമയത്താണ് എന്നാണ് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അഹരോൻ മരിച്ചു, മോശ മരിക്കുന്നതിന് മുമ്പ് അഹരോൻ മരിച്ചു. മോശയേക്കാൾ 3 വയസ്സ് പ്രായം കൂടുതലുണ്ട് അഹ്റോന്. അഹ്റോനേക്കാൾ 3 വയസ്സ് പ്രായം കൂടുതലുണ്ട് മിര്യാവിന്. അപ്പനും അമ്മയെല്ലാം ഒന്ന് തന്നെ. അപ്പൻ്റെ അമ്മയുടെയും മക്കളായി മിര്യാവും അഹ്റോനും മോശയും ജനിച്ചു. മോശയാണ് ഇളയവൻ. ദൈവം പക്ഷേ ആത്മാവിൻ്റെ അധികാരം ഫലമേൽപ്പിച്ചത് മോശയാണ്. അതെന്തുകൊണ്ടാണ്? പ്രായം നോക്കിയൊന്നുമല്ല, പ്രായം നോക്കിയല്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ്, നമുക്കറിയാൻ പാടില്ല. ദൈവം മോശയെ തിരഞ്ഞെടുത്തു, ജനത്തെ വിടുവിക്കുവാൻ ഫലമേൽപ്പിച്ചു. ഫറവോൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ മോശയെയാണ് ദൈവം അധികാരപ്പെടുത്തിയത്. മോശ അത് വളരെ ദൈവാശ്രയത്തോടെ തന്നെ നിർവഹിക്കുകയും ചെയ്തു. പാരമ്പര്യ കാര്യമായിരുന്നു. 6 ലക്ഷം പേരെ നയിച്ചുകൊണ്ട് പോകുക എന്നുള്ള അത്ര നിസ്സാര കാര്യമല്ലല്ലോ. 6 ലക്ഷം പേര് അല്ലേ? ഒരു 10,000 3,000 വിദ്യാർത്ഥികളുള്ളൊരു സ്ഥാപനം നയിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ പ്രയാസമാണ്. അപ്പോൾ 600,000 പേരുള്ള ഒരു സംഘത്തെ നയിച്ചുകൊണ്ട് പോകുക, പല പ്രായത്തിലുള്ളവരെ നയിച്ചുകൊണ്ട് പോകുന്ന നിസ്സാര കാര്യമാണോ? എന്ത് അച്ചടക്കം പുലർത്തേണ്ടി വരും അല്ലേ? എന്തൊരു പ്രയാസമായിരിക്കും. പക്ഷേ മോശ ഈ ജനത്തെ എല്ലാം നടത്തിക്കൊണ്ടുപോയി. ഒരു അത്ഭുത കാര്യം മോശയോടുണ്ടായിരുന്നു. മോശയോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പരമശക്തിയുടെ അധികാരമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കൃപാവരം ഉണ്ടായിരുന്നു. മോശ ജനത്തെ നടത്തി. അഹരോൻ മോശയോടൊപ്പം നിന്നു, സഹായിയായി ശുശ്രൂഷകനായി അഹരോൻ ഉണ്ടായിരുന്നു. മിര്യാമും കൂടെയുണ്ട്. അഹരോന് വയസ്സ് 123 വയസ്സ്, മോശയ്ക്ക് 120 വയസ്സ്. അഹരോൻ 123 വയസ്സിൽ അഹരോൻ മരിക്കുകയാണ്. മോശ അഹരോൻ്റെ ശവസംസ്കാര സമയത്ത് ആ കുഴിമാടത്തിനരികെ നിന്നു. മോശയുടെ ഉള്ളിൽ എന്തെല്ലാം ചിന്തകളാണ് വരുന്നത്, എന്തെല്ലാം ചിന്തകൾ. അങ്ങ് നീലനദിയിൽ കൂടി മോശ 3 മാസം പ്രായമുള്ളപ്പോൾ മോശ ഒഴുക്കി വിട്ടത്, മിര്യാം ഈ ഞാങ്ങടപ്പെട്ടി ഒഴുകുന്നത് കണ്ട് പിറകെ ഓടിയത്, അഹരോൻ അതൊന്നും മനസ്സിലാക്കാതെ വീട്ടിൽ കളിച്ച് നടന്നത്, എല്ലാം അഹരോൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട് എല്ലാം. മോശ രാജകുമാരിയുടെ മകനായി രാജകുമാരനായി കൊട്ടാരത്തിൽ വളർന്നത്, അന്നെല്ലാം അഹരോൻ മോശയുടെ വലിയ സൗകര്യങ്ങളും വലിയ ഉന്നതമായ പദവികളും ഓർത്ത് അഹരോൻ അത്ഭുതപ്പെട്ട് നിന്നത്. പിന്നെ 40 കൊല്ലം കഴിഞ്ഞ് മോശ കൊട്ടാരം വിട്ട് ഓടിയത്, പ്രാണരക്ഷാർത്ഥം മോശ ഓടിയത്, എല്ലാം പച്ച പിടിച്ച് നിൽക്കുകയാണ് മനസ്സിൽ. ഓരോരോ സംഭവബഹുലമായ കാലങ്ങൾ ഇല്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരിന്ന് കടന്നു പോകുമ്പോൾ എന്തെല്ലാം ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നത്. കഴിഞ്ഞകാല ചിന്തകൾ ഓരോന്നിങ്ങനെ തിരക്കി മനസ്സിലേക്ക് വരും. കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, ആ സ്നേഹോഷ്മളമായ പെരുമാറ്റങ്ങൾ, സന്തോഷകരമായ പെരുമാറ്റങ്ങൾ, സന്തോഷകരമായ വാക്കുകൾ, ആശ്വാസം പറ്റിയ വാക്കുകൾ, സ്നേഹം പകർന്ന വാക്കുകൾ, എന്തെല്ലാം മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകി വരും. മോശ ഇങ്ങനെ അഹരോനെക്കുറിച്ച് ചിന്തിച്ച് പിന്നീട് 80-ാമത്തെ വയസ്സ് മുതൽ അഹരോൻ്റെ കൂട്ടുകൂടി പിന്നെയും ശുശ്രൂഷ പുനരാരംഭിച്ചത്. ശുശ്രൂഷയുമായി അഹരോൻ ഒരുമിച്ച് ജനത്തെ നടത്തിക്കൊണ്ട് പോയത്. ഈ 120 വയസ്സ് വരെയും ആകെ 40 കൊല്ലം അഹരോനോട് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തത്. ഇടയ്ക്ക് വന്ന വീഴ്ചകൾ, ചില പരാജയങ്ങൾ, അഹരോന് പറ്റിയ ചില അബദ്ധങ്ങൾ, അഹരോൻ മിര്യാവും കൂടെ കൂട്ടിയേർന്ന് മോശയ്ക്കെതിരായി കൂട്ടുകൂടി മത്സരിച്ചത്, അപ്പോഴെല്ലാം മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ദൈവം അവർക്ക് വിടുതൽ കൊടുത്ത് പിന്നെയും അവർ ചേർത്ത് നടത്തിയത്, എന്തെല്ലാം കാര്യങ്ങളെല്ലാം മോശയുടെ മനസ്സിൽ കൂടി പാഞ്ഞു പോവുകയാണ്. അഹരോൻ്റെ ആ ഡെഡ് ബോഡിയിലേക്ക് നോക്കിക്കൊണ്ട് മോശ നെടുവീർപ്പിട്ട് നിന്നു. അഹരോൻ്റെ ശവശരീരം ആ ശവക്കുഴിയിലേക്ക്, ആ പർവ്വതപ്രാന്തത്തിലുള്ള ശവക്കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുന്നത് മോശ കണ്ണുനീരോടെ കണ്ടു. മോശ വിതുമ്പി കരഞ്ഞുകൊണ്ട് മോശ പറയുകയാണ്, അതാണ് സങ്കീർത്തനം 90 സങ്കീർത്തനം: കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഒരു തലമുറ കഴിഞ്ഞാലും നീ ഞങ്ങളുടെ സങ്കേതം, അടുത്ത തലമുറ കഴിഞ്ഞാലും നീ ഞങ്ങളുടെ സങ്കേതം, അടുത്ത തലമുറ കഴിഞ്ഞാലും നീ ഞങ്ങളുടെ സങ്കേതം. കർത്താവേ,
തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. തലമുറകൾ കഴിഞ്ഞു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. മോശ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, നീ ആദിയില്ലാത്തവനാണ്, നിനക്ക് ആദിയില്ല. നീ അന്തമില്ലാത്തവനാണ്, നിനക്ക് അന്തമില്ല. ദൈവമേ, നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. കർത്താവേ, ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ദൈവത്തിൻ്റെ പിറകെ പുറപ്പെട്ടു എന്ന്. ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ഈ ഡെഡ് ബോഡി, ഈ അഹോരും എനിക്ക് മനസ്സിലായി ദൈവം നല്ലവനാണ് എന്ന്. വിശന്നപ്പോൾ ഞങ്ങൾക്ക് ആഹാരം തന്നു, അതും ശക്തിവാന്മാരുടെ ഭക്ഷണം തന്നു. വിശന്നപ്പോൾ ഞങ്ങൾക്ക് ആഹാരം തന്നു, അതും ഏറ്റവും മേൽത്തരമായ മന്ന തന്നു. വിശന്നപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ആഹാരം തന്നു, ദാഹിച്ചപ്പോൾ ഞങ്ങൾക്ക് വെള്ളം തന്നു. പാറയെ പിളർന്ന് വെള്ളം ഒഴുക്കി തന്നു. എൻ്റെ കർത്താവേ, നീയെല്ലാം ഞങ്ങൾക്ക് തന്നു, ഒന്നിനും പഞ്ഞമില്ലാതെ ഞങ്ങൾ നടത്തി. ഈ കണ്ട 40 കൊല്ലം ഞങ്ങൾ അതിശയകരമായി നടത്തി. മോശ പറയുകയാണ്, നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യനെ നീ പൊടിയിലേക്ക് തിരികെ വിളിക്കുന്നു. പൊടിയായ മനുഷ്യൻ പൊടിയായി തീരുന്നു. സഹോദരങ്ങളെ, കേട്ടിരുന്നാൽ പോരാ, ചിന്തിക്കണം. ഇന്ന് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം പൊടിയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം നാം അങ്ങനെ മരിച്ച് നിർജീവമായി കിടക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം സങ്കടത്തോടെ വന്നു എന്ന് വരും. നമ്മുടെ പ്രിയപ്പെട്ടവരെ വിയോഗത്തിൻ്റെ വേദനയുണ്ടല്ലോ, കടന്നു പോകുന്നതിൻ്റെ ദുഃഖമുണ്ടല്ലോ, അവർ ദുഃഖത്തോടെ വരും. ചിലർ കണ്ണീരോടെ നിന്ന് കണ്ണീരൊപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കും. ചിലർ കണ്ണീരോടെ നിന്ന് ചില അനുസ്മരണ വാക്കുകൾ പറയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, അങ്ങനെ ഒരു ദിവസം സംഭവിക്കുമെന്ന്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരു ദിവസം നമ്മുടെ ഈ ശരീരം നിർജ്ജീവമായി പോകുമെന്ന്, ഈ കൈകൾ ചലിക്കാതെ എങ്ങനെ കിടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കൂ. അത് എത്ര അടുത്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അകലെയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കവി പാടി, കഷ്ടം സ്ഥാനവലിപ്പം ഉണ്ടെങ്കിൽ എന്തെല്ലാം മഹിമയുണ്ടെന്ന് പറഞ്ഞാൽ ആഭിജാത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ക്ഷണികം, എല്ലാം താൽക്കാലികം. കുമാരനാശാൻ്റെ പ്രസിദ്ധമായ കവിതയാണ് പ്രരോദനം. കുമാരനാശാൻ്റെ പ്രരോദനം അത് എഴുതാൻ ഇടയായ കാര്യം വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. കുമാരനാശാൻ്റെ നല്ലൊരു അഭ്യുതകാംക്ഷിയായിരുന്നു AR രാജാരാജവർമ്മ കോയിത്തമ്പുരാൻ. അദ്ദേഹവും അനുഗ്രഹീതനായൊരു മലയാള സാഹിത്യകാരനായിരുന്നു. ഈ AR രാജാരാജവർമ്മ കോയിത്തമ്പുരാൻ പെട്ടെന്ന് മരിച്ചപ്പോൾ കുമാരനാശാൻ്റെ വിവരം കേട്ട് ഞെട്ടിത്തരിച്ച് പോയി നിന്നു. ആ ഡെഡ് ബോഡി കത്തി അമരുന്നത് കണ്ടു നിന്നു. ദഹിപ്പിക്കുന്നു, അത് കത്തിക്കൊണ്ട് നിൽക്കുന്നത് കുമാരനാശാൻ കണ്ടു. ആ ചിതയിലേക്ക് നോക്കിക്കൊണ്ട് നിന്നത് കുമാരനാശാൻ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഒന്നും മിണ്ടാനാവാതെ തിരിച്ചു പോന്നു. ഒരു 3 ദിവസത്തേക്ക് ഒരക്ഷരം മിണ്ടിയില്ല, മിണ്ടാൻ പറ്റുന്നില്ല, ഒന്നും കഴിച്ചുമില്ല, ഒന്നും മിണ്ടാൻ കഴിയുന്നുമില്ല. എന്നിട്ട് ഈ കവിയെ കുമാരനാശാൻ അദ്ദേഹം പിന്നീട് പയ്യെ വാ തുറന്നു. അത് തുറന്നത് ഒരു കരച്ചിലായിട്ടാണ്. കരച്ചിൽ കേൾക്കുക. കവിത: കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ ദിഷ്ടശ്രീ തനുധാടിയോ ചെറുതുവിങ്ങോരില്ല ഘോരാനലൻ സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പൂക്കസ്തമിക്കുന്നിതിങ്ങിഷ്ടന്മാർ വിരിയുന്നു. ഹാ, ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. ഇഷ്ടന്മാരൊക്കെ പിരിഞ്ഞു പോകുന്നു, പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോകുന്നു. എന്തെല്ലാം പാഠങ്ങൾ തരുന്ന അധ്യാത്മവിദ്യാലയമാണ് ഈ ഭൂമി. ഈ ലോകം എന്തെല്ലാം ആധ്യാത്മിക പാഠങ്ങളാണ് തരുന്നത്. കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ ദിഷ്ടശ്രീ തനുധാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനലൻ സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പൂക്കസ്തമിക്കുന്നിത് ഇങ്ങ് ഇഷ്ടന്മാർ പിരിയുന്നു. ഹാ, ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. ഞാൻ പഠിപ്പിച്ചു. ഇത് എനിക്ക് വലിയ ഇമ്പമായിരുന്നത്. ഞാൻ പഠിപ്പിച്ച കാലത്ത് എനിക്ക് അതിൻ്റെ മുഴുവൻ കാവ്യമയമായ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു. ഇഷ്ടന്മാർ പിരിയുന്നു, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? തീയിലെല്ലാം തീരുന്നു, തീയിലെല്ലാം കത്തി നശിക്കുന്നു. ഈ ശരീരം ആഭിജാത്യമുള്ള ഒരു ശരീരമാണെന്ന് തീക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഓരില്ല, ചിന്തിക്കുകയില്ല. ഘോരനായ അനലൻ അതൊന്നും ചിന്തിക്കുകയില്ല. ഘോരനായ അഗ്നി അതൊന്നും ചിന്തിക്കുകയില്ല. ഇദ്ദേഹം സ്ഥാനവലിപ്പമുള്ളയാളാണോ? പ്രഭുതയുള്ളയാളാണോ? ജാതിയിൽപ്പെട്ടയാളാണോ? വംശമഹിമയുള്ളയാളാണോ? ശരീരത്തിന് നല്ല ധാടിമോടിയുള്ളയാളാണോ? ഒന്നും ചിന്തിക്കുകയില്ല. കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ ദിഷ്ടശ്രീ തനുധാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനലൻ. ചെറുതും അല്പം പോലും ഘോരനായ അനലൻ ഓരുകയില്ല, ചിന്തിക്കുകയില്ല.
സ്പഷ്ടം മാനുഷഗർവം ഒക്കെ എവിടെ അസ്തമിക്കുന്നിത്. ഇഷ്ടന്മാർ പിരിയുന്നു, ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോകുന്നു. എന്തെല്ലാം പാഠങ്ങളാണ് എനിക്ക് തരുന്നത്. ഈ ലോകത്തിൽ എന്തെല്ലാം പാഠങ്ങളാണ് കിട്ടുന്നത്. എല്ലാം ക്ഷണികമെല്ലാം നിസ്സാരം. ദൈവത്തിന് സ്തോത്രം. ജീവിതം ക്ഷണികമാണ്, ജീവിതം നിസ്സാരമാണ്, അല്പകാലത്തേക്ക് കാണുന്നതാണ്. മോശ പറയുകയാണ്, ഇതാണ് പറയുന്നത്, മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലൊരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. ദൈവമേ, 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ ഇരിക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, പക്ഷേ അതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തീർന്നു പോയതുപോലെ എല്ലാം പെട്ടെന്നങ്ങ് മാറി മറഞ്ഞു പോകുന്നു. എല്ലാം രാത്രിയിൽ യാമം പോലെ മാത്രം ഇരിക്കുന്നു. ഒരു 3 മണിക്കൂർ നേരം, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ യാമം കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ജീവിതം, ക്ഷണികം. 1000 സംവത്സരം ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. ഉറങ്ങിക്കിടക്കുന്നത് പോലെ തോന്നുന്നു, ഉറക്കം പോലെ അത്രേ. എല്ലാം താൽക്കാലികം, ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു. രാവിലെ മുളച്ചു വരുന്ന പുല്ല് രാവിലെ അത് തഴച്ചു വളരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിടയ്ക്ക് ഇരുന്ന് ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഈ ഫെലോഷിപ്പിൽ വന്നുകൊണ്ടിരുന്ന ചിലരെല്ലാം കടന്നുപോയ കാര്യങ്ങൾ. അവരെയെല്ലാം ഞാൻ മുഖം ഓർക്കും, അവരെയെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അവരെല്ലാം മൺമറഞ്ഞു, അവരെല്ലാം ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരുടെ കൂടെ നടന്ന കാലങ്ങൾ, അവരിൽ ചിലരുടെ ശിഷ്യനെ പോലെ അവരുടെ പിറകെ നടന്ന കാലങ്ങൾ, അവരുടെ വാക്കുകൾ കേട്ട് ഞാനങ്ങ് ആവേശം കൊണ്ടതായ കാലങ്ങൾ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതായ ദാഹം എൻ്റെ ഹൃദയത്തിൽ മുറ്റി വന്ന കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അവർ ചിലരുടെ ജീവിത വിശ്വാസവും ജീവിതഗതികളും കണ്ട് ഞാനങ്ങ് ത്രസിച്ച് അങ്ങ് ആനന്ദത്തിൽ തുള്ളിയ കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പലതും എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നു. അവരെല്ലാം അങ്ങ് മറവിയുടെ കയത്തിലേക്ക് അങ്ങ് നീങ്ങിപ്പോയി. അവരെല്ലാം പഴയ കാലങ്ങളിൽ കഴിഞ്ഞുപോയ ആ ജീവിതങ്ങളെല്ലാം ഇതായി പുതിയ കാലത്തേക്ക് വരാതെ അപ്പുറത്തേക്ക് കടന്നുപോയി. നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ പ്രപൂർവികന്മാർ എല്ലാം അപ്പുറത്തേക്ക് കടന്നുപോയി. ആൻസസ്റ്റേഴ്സ് എല്ലാം പോയി, നമ്മുടെ പൂർവികന്മാരെല്ലാവരും പോയി, നമ്മുടെ മാതാപിതാക്കൾ പോയില്ലേ, പലരും കടന്നുപോയി. ഒരു ദിവസം ഞാനെന്ന് പറയുന്ന മനുഷ്യൻ കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. രാവിലെ തഴച്ചു വളരും, വൈകുന്നേരമാകുമ്പോഴേക്കും അത് വാടിപ്പോകുന്നു. ഞങ്ങൾ നിൻ്റെ കോപത്താൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. ഇനി ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം പറഞ്ഞിട്ട് മോശ പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കരയാനുള്ള വിഷയങ്ങളുണ്ടല്ലോ, തെറ്റുപറ്റിപ്പോയ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ ദൈവമേ, നിന്നെ ദുഃഖിപ്പിച്ച കാലങ്ങളുണ്ട്, നിന്നെ വേദനിപ്പിച്ച കാര്യങ്ങളുണ്ട്, എനിക്ക് അബദ്ധം പറ്റിയ കാര്യങ്ങളുണ്ട്. അന്ന് നീ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പാറയെ ദേഷ്യപ്പെട്ട് അടിച്ചു. കർത്താവേ, നിനക്ക് സങ്കടമായിപ്പോയി, എൻ്റെ അവിശ്വാസം നീ കണ്ടു. പാറയോട് കൽപ്പിക്കാനേ നീ പറഞ്ഞുള്ളൂ, വെള്ളം പുറപ്പെടും എന്നുള്ള വാക്ക് നീ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചില്ല. എനിക്ക് ജനത്തോട് കോപമുണ്ടായി, ഇവർ മത്സരികളാണ് എന്നുള്ള ദേഷ്യം എനിക്കുണ്ടായി. ജനത്തോട് ഇവർ പിന്നെയും ചോദിക്കുന്നല്ലോ, മത്സരിക്കുന്നല്ലോ എന്ന് എനിക്ക് അമർഷം തോന്നി. ഞാനതുകൊണ്ട് ആ അമർഷത്തിൽ പാറയെ ഞാൻ അടിച്ചു, ഞാൻ കോപിച്ച് അടിച്ചു. കർത്താവേ, നിൻ്റെ വാക്ക് ഞാൻ തെറ്റിച്ചു, അവിശ്വാസം വന്നുപോയി, കോപം വന്നുപോയി. മോശ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ രഹസ്യഭാവങ്ങൾ നിൻ്റെ മുഖപ്രകാശത്തിലിരിക്കുന്നു, എല്ലാം നീ കാണുന്നു, എൻ്റെ രഹസ്യഭാവങ്ങൾ നീ കാണുന്നു, എൻ്റെ അകൃത്യങ്ങളെല്ലാം നിൻ്റെ മുമ്പിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യഭാവങ്ങളൊക്കെയും ദൈവത്തിന് മുമ്പായിരിക്കും. നിങ്ങൾക്കറിയാമോ, രഹസ്യഭാവങ്ങളൊക്കെയും നിങ്ങൾ പക്ഷേ മറന്നു, എല്ലാം മറന്നു, ഒന്നും ഇപ്പോൾ ഓർമ്മയില്ല. എന്നാൽ നിങ്ങൾ ചിലരെ വഞ്ചിച്ചത്, ചിലരോട് നുണ പറഞ്ഞത്, ചിലരുടെ പൈസ അപഹരിച്ചത്, ചിലരോട് നിങ്ങൾ ചതിയായി പെരുമാറിയത്, ചിലരെ നിങ്ങൾ പലതരത്തിൽ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ പരിഹസിച്ചത്, ചിലരെ ദുഷിച്ചത്, അവരുടെ മാനം കെടുത്തിയത് ഇല്ലേ, ചിന്തിച്ച് നോക്കൂ. ചിലർക്ക് നഷ്ടം വരുത്തിയത്, കഷ്ടം വരുത്തിയത്, ഓരോന്നോരോന്ന് ചിന്തിക്കൂ. പരദൂഷണം പറഞ്ഞത്, പരദൂഷണം ഉള്ളിൽ ചിന്തിച്ചത്, ഉള്ളിൽ വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നത്, ഓരോന്നോരോന്ന് ചിന്തിച്ച് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ചെയ്തികൾ മൂലം ചിലർക്ക് അപമാനം വന്നത്, ചിലർക്ക് ദോഷം വന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ചില വാക്കുകൾ മൂലം ചിലരെ നൊമ്പരപ്പെട്ട് കരയാനിടയായത് ചിന്തിച്ച് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. പൈസയിൽ നിങ്ങൾക്ക് അവിശ്വസ്തത വന്നത്, കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ നിങ്ങളതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയത്, എല്ലാം ദൈവം കണ്ടിരിക്കുന്നു. രഹസ്യഭാവങ്ങൾ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഒന്നും സ്വന്തമാക്കി വെച്ച് വയ്ക്കരുത്. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, ഒന്നും സ്വന്തമായി വെച്ചുകൊണ്ടിരിക്കരുത്. അന്യൻ്റേത് കൈവശം വന്നു പോകരുത്. സൂക്ഷിക്കൂ, അന്യൻ്റേത് കൈവശം വന്നു പോകരുത്. മാത്രമല്ല, നിങ്ങളുടെ കടങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ചെയ്തില്ല. ഒരാൾക്ക് തക്ക സമയത്ത് ഉപദേശം കൊടുക്കേണ്ടതായിരുന്നു, നിങ്ങൾ ചെയ്തില്ല. ഒരാൾക്ക് തർജ്ജനം കൊടുക്കേണ്ടതായിരുന്നു, നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ മുഖപക്ഷം നോക്കി, നിങ്ങൾ മുഖസ്തുതി ആഗ്രഹിച്ചു, ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ സമ്മാനം ആഗ്രഹിച്ചു, ചിലരെന്തെങ്കിലും കൊണ്ടുവന്ന് തരുന്നത് ആഗ്രഹിച്ചു, ഇല്ലേ? തെറ്റിപ്പോയില്ലേ? മകനെ, നിനക്ക് തെറ്റുപറ്റിയില്ലേ? ഓരോന്നോരോന്ന് ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഒന്നുമായ പാകപ്പിഴകൾ ഒന്നൊന്നായി കണക്ക് കൂട്ടി നോക്കൂ. കണക്ക് കൂട്ടുമ്പോൾ നീ അമ്പരപ്പിലാകും. ഇതെല്ലാം നിൻ്റെ മുഖപ്രകാശത്തിലിരിക്കുന്നല്ലോ, നിൻ്റെ മുഖപ്രകാശത്തിൽ ഇതെല്ലാം ഇരിക്കുന്നല്ലോ. കർത്താവേ, എനിക്കിപ്പോൾ കഷ്ടം തോന്നുന്നു എൻ്റെ അവസ്ഥയോർത്ത്, എനിക്കിപ്പോൾ നഷ്ടബോധം തോന്നുന്നു എൻ്റെ അവസ്ഥയോർത്ത്, എനിക്കിപ്പോൾ അനുതാപം തോന്നുന്നു എൻ്റെ അവസ്ഥയോർത്ത്. കർത്താവേ, നല്ല നല്ല കാലങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ചിലർക്ക് ഉപകാരം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളുണ്ട്, ചിലർ വലഞ്ഞു പോയ സമയത്ത് ഒരു സഹായം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളുണ്ട്. അവിടെ ഞാൻ കൈ അയച്ചില്ല, കൈ ഒന്ന് തുറന്നില്ല. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, കടം എൻ്റെ മേൽ നിൽക്കുന്നു. കർത്താവേ, ഒരു നല്ല മധുരവാക്ക് പറയേണ്ട കാര്യമുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തില്ല. ഞാൻ ക്രൂരനായിപ്പോയി, ഞാൻ ഹൃദയമില്ലാത്തതിനെ പോലെ പെരുമാറിപ്പോയി. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ, നിങ്ങൾ ഓരോന്നോരോന്ന് ചിന്തിക്കൂ. എൻ്റെ ഈ ശരീരം ഞാൻ അഴുക്കിന് വിട്ടുകൊടുത്തു പോയി, അശുദ്ധിക്ക് വിട്ടുകൊടുത്തു പോയി, ശരീരത്തിലെ അവയവങ്ങളിൽ അശുദ്ധി സംഭവിച്ചു പോയി. എൻ്റെ കർത്താവേ, ആരും അറിഞ്ഞില്ല, ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പോൾ ഇപ്പോൾ മനസ്സിലാകുന്നു, നീയും അറിഞ്ഞു, നീയും കണ്ടു. കർത്താവേ, നീ അപ്പോൾ കരഞ്ഞുകൊണ്ടെടുക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ പ്രതിഷ്ഠിച്ച, നിൻ്റെ സന്നിധിയിൽ വാക്ക് പറഞ്ഞ നിൻ്റെ മകൻ പിന്നെയും മദ്യത്തിലേക്ക് പോയതുകൊണ്ട് നീ വേദനിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെയും അശുദ്ധിയിലേക്ക് പോയതുകൊണ്ട് നീ പിന്നെയും നോക്കി നിൽക്കുന്ന ദുഃഖിക്കുകയായിരുന്നു. അശുദ്ധ ജീവിതത്തിലേക്ക് തിരിഞ്ഞത് കണ്ട് എൻ്റെ കർത്താവേയും ദുഃഖിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, അശുദ്ധ വികാരങ്ങൾക്ക് അടിമപ്പെട്ടത് കണ്ട്, ഞാൻ അടിമപ്പെട്ടു പോയത് കണ്ട് നീ അതിവേദനയോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവേ, തെറ്റുകളേറെ സംഭവിച്ചു പോയി. നാഥ, തെറ്റുകളേറെ ഏറെ 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 സംഭവിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. ജീവിതത്തിൽ നിന്ന് പോയ തെറ്റുകൾ, ജീവിതത്തിൽ നിന്ന് പോയ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, പാപങ്ങൾ, ദോഷങ്ങൾ, ദൈവമേ, തെറ്റുകളേറെ സംഭവിച്ചു പോയി, പാപങ്ങളേറെ വന്നുപോയി. നിൻ്റെ മുഖപ്രകാശത്തിലെല്ലാം ഇരിക്കുന്നു. എൻ്റെ നാഥ, എൻ്റെ രഹസ്യ പാപങ്ങൾ അതൊക്കെയും നിൻ്റെ മുമ്പിലിരിക്കുന്നു. മാത്രവുമല്ല കർത്താവേ, നീ എല്ലാം കണ്ടിരിക്കുന്നു, എല്ലാം നീ അറിഞ്ഞിരിക്കുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. എല്ലാം തിരുമുമ്പാകെ ഇരിക്കുന്നു. ഒരു നാൾ ഇതെല്ലാം തുറക്കുമല്ലോ, പുസ്തകങ്ങൾ തുറക്കുമല്ലോ. കർത്താവേ, ഒരു നാൾ കണക്ക് തീർക്കുന്നൊരു നാൾ വരുമല്ലോ. കണക്ക് തീർക്കുന്ന നാൾ. ദൈവത്തിന് സ്തോത്രം. അവരുടെ യജമാനൻ വളരെ നാൾ കഴിഞ്ഞ ശേഷം വന്നു, അവരുമായി കണക്ക് തീർത്തു എന്നൊരു വാക്യമുണ്ടല്ലോ. ഞാനിപ്പോൾ ഓർക്കുന്നു കർത്താവേ, യജമാനൻ വന്നു, കണക്ക് തീർത്തു. ദൈവത്തിന് സ്തോത്രം. വളരെ നാളുകൾക്ക് ശേഷം യജമാനൻ വന്നു, കണക്ക് തീർത്തു. തൻ്റെ ദാസന്മാർ കൊടുത്തതിൻ്റെ കണക്ക് നോക്കുവാൻ യജമാനൻ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യജമാനൻ വരുന്നുണ്ട്. കർത്താവായ യേശു വീണ്ടും വരുന്നുണ്ട്. കണക്ക് നോക്കുവാനും വരുന്നുണ്ട്, കണക്ക് തീർക്കാനും വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കണക്ക് തീർക്കുമ്പോൾ നിന്നെ അവൻ എന്താണ് വിളിക്കാൻ പോകുന്നത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണോ വിളിക്കാൻ പോകുന്നത്? അല്ല, ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണോ വിളിക്കാൻ പോകുന്നത്? കൊള്ളരുതാത്ത ദാസനെ എന്നാണോ വിളിക്കാൻ പോകുന്നത്? ഇവനെ പുറത്തുള്ള ഏറ്റവും പുറത്തുള്ള വീട്ടിലേക്ക് തള്ളിക്കളവീൻ, ഔട്ടർ ഡാർക്ക്നെസ്സിലേക്ക് ഇവനെ തള്ളിക്കളവീൻ എന്നുള്ള വാക്കാണോ കേൾക്കേണ്ടി വരുന്നത്? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നീ എന്ത് വാക്കാണ് കേൾക്കാൻ പോകുന്നത്. ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്നുള്ള വാക്കാണോ കേൾക്കാൻ പോകുന്നത്? നല്ലവൻ വിശ്വസ്തനായ ദാസനെ എന്നുള്ള ഒരു നല്ല മധുരസ്വരമാണോ നീ കേൾക്കാൻ പോകുന്നത്? അതോ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നുള്ള കഠോര ശബ്ദമാണോ കേൾക്കേണ്ടി വരിക? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ പോകുന്നു. ഒരു നാൾ കണ്ണടയുമ്പോൾ എല്ലാം മുഖാമുഖമായി കാണും. ഒരു നാൾ മരണം വഴിയായി അക്കരെ കടന്നു പോകുമ്പോൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും, എല്ലാം തെളിഞ്ഞു വരും. ഇന്ന് ആരെയും വഴക്ക് പറയാം, ആരോടും കലഹിക്കാം, ആരോടും വഴക്ക് കൂടാം, ആരോടും നിങ്ങൾക്ക് കോപിക്കാം, എന്തും ചെയ്യാം, എന്ത് ദുഷ്ടതയും ചെയ്യാം, പൈസ അപഹരിച്ചെടുക്കാം, കള്ളത്തരം ചെയ്യാം, കള്ളക്കണക്ക് എഴുതാം, നുണ പറയാം, എന്ത് വൃത്തികേടും ചെയ്യാം. ഇല്ലേ, ഇന്ന് അശുദ്ധ ജീവിതത്തിലേക്ക് ജീവിതം വിട്ടുകൊടുക്കാം. സ്വന്തം ഭർത്താവിന് വഞ്ചിച്ചുകൊണ്ട് അന്യപുരുഷൻ്റെ കൂടെ ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തെല്ലാം ചെയ്യാം. സ്വന്തം ഭാര്യ ഇരിക്കെ അന്യ സ്ത്രീയുടെ കൂടെ ജീവിക്കാം. എന്തെല്ലാം തെറ്റാണ് ചെയ്യുന്നത്? ആരും അറിയാതെ ഒരു കുടിസുമുറിയിൽ കയറിയിരുന്ന് നിങ്ങൾ ഇൻ്റർനെറ്റിൽ കടന്ന് അശുദ്ധ ചിത്രം കണ്ട് രസിക്കാം. ഇല്ലേ പ്രിയനെ, നിനക്ക് പറ്റിയില്ലേ? അപകടങ്ങൾ പറ്റിയില്ലേ? ഇതെല്ലാം കേട്ടിട്ടും പിന്നെ നീ പാവത്തിലേക്ക് പോകുന്നില്ലേ? ഓർക്കൂ, ഇന്ന് ഇതെല്ലാം ചോദിക്കാൻ ആരുമില്ല, ആരും അറിയുകയുമില്ല. എന്നാൽ ചോദിക്കുന്നൊരു നാളുണ്ട്, കണക്ക് തീർക്കുന്നൊരു നാളുണ്ട്, ന്യായവിധി നടത്തുന്നൊരു നാളുണ്ട്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു നാളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ് കർത്താവ് പറയുന്നത്. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും
ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചീത്ത വാക്കുകൾ വന്നിട്ടുണ്ടോ? അശുദ്ധ വാക്കുകൾ വന്നിട്ടുണ്ടോ? കോപവാക്കുകൾ വന്നിട്ടുണ്ടോ? ഗർജിക്കുന്ന വാക്കുകൾ വന്നിട്ടുണ്ടോ? ആരോടെങ്കിലും കലഹിക്കുന്ന വാക്കുകൾ വന്നിട്ടുണ്ടോ? ആരെങ്കിലും തരം താഴ്ത്തുന്ന വാക്കുകൾ വന്നിട്ടുണ്ടോ? ഉണ്ടോ? വിധിക്കുന്ന വാക്കുകൾ വന്നിട്ടുണ്ടോ? ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പുറമേ നീ മാന്യനാണ്, എന്നാൽ നിൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? പുറമേ നീ യോഗ്യനാണ്, ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? ചിന്തിക്കൂ. നിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും ഭീകരമായ കൊളുതാത്തിയ അവസ്ഥ നീ കണ്ടാൽ നീ ഞെട്ടിപ്പോകുമല്ലോ. ഹൃദയത്തിൻ്റെ ഏറ്റവും മ്ലേച്ഛമായ അവസ്ഥ നീ അറിഞ്ഞാൽ നീ ഞെട്ടിപ്പോകുമല്ലോ. അയ്യോ കർത്താവേ, നീ നിലവിളിക്കുമല്ലോ. സ്നേഹിത, ഇന്ന് നല്ല സമയം നിനക്ക് തന്നിരിക്കുന്നു. തിരിയാം, നിനക്ക് മനം തിരിയാം, നിനക്ക് ദൈവത്തിലേക്ക് തിരിയാം. യേശു ക്രിസ്തുവിൻ്റെ അരികത്തൊന്ന് വിളിക്കുന്നു. മകനെ, നീ ഒന്നും പ്ലാൻ ചെയ്യേണ്ട. നാളത്തെ നിനക്കുള്ളതല്ല. ഇന്ന് നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രക്ഷകനെ വിളിച്ചുകൊള്ളുക. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. ഇപ്പോൾ തന്നെ സുപ്രസാദകാലം. യേശു ക്രിസ്തു ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു പറയുന്നു. അവൻ ദാഹം തീർക്കാൻ ഓടി വരുവീൻ. അവൻ്റെ ദാഹം തീർക്കാൻ, യേശുവിനെ അന്തർദാഹം തീർക്കാൻ ഓടി വരുവീൻ. യേശുവിൻ്റെ അരികിലേക്ക് ഓടി അണയുവീൻ. യേശുവിൻ്റെ വാക്ക് പറയുവീൻ, യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ ജീവൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും തൊട്ടതിനായി സ്തോത്രം. കർത്താവെ, എല്ലാവരെയും വിശുദ്ധ വസ്ത്രങ്ങളാൽ അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തവരന് വേണ്ടി എല്ലാം ഒരുക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ നന്മകൾക്കായും സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.